കർത്താവ് മനുഷ്യനെ നിയമിച്ചു തന്നിരിക്കുന്ന 2 നിയമനങ്ങളാണ്. ഒന്ന് മരണം, അതിനുശേഷം വിധി. ഈ ദൈവിക നിയമനങ്ങൾ ആർക്കും മാറ്റുവാൻ സാധ്യമല്ല. അത് മനുഷ്യന്റെ കരങ്ങളിൽ ഇരിക്കുന്നൊരു കാര്യമല്ല. അത് കർത്താവ് നിശ്ചയിച്ചതും നിയോഗിച്ചതുമാണ്. മരണം, അതിനുശേഷം വിധി എന്നുള്ളത്. നമ്മുടെ മരണം ഭാഗ്യപ്പെട്ട ഈ ലോകത്തിനും അനേകായിരങ്ങൾക്ക് അനുഗ്രഹവും മാതൃകയുമായി മാറുന്ന വിധത്തിൽ നമ്മുടെ മരണം ഒരു കൃപയായി മാറണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ്. പരിശുദ്ധ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ എത്ര ക്ഷണികമാണ് നമ്മുടെ ഈ ലോക ജീവിതം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മളേറെ സ്നേഹിച്ചവരെ, നമ്മുടെ ഉപകാരികൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളി, ചിലപ്പോൾ മക്കൾ, മാതാപിതാക്കൾ എന്ന് വേണ്ട, നമ്മുടെ ഉറ്റവരും ഉടയവരുമായ എത്രയോ വ്യക്തികൾ നമ്മൾ നനയ്ക്കാത്ത നേരത്ത് നമ്മളെ വിട്ടുപോയി. അപകടങ്ങൾ മൂലം, പെട്ടെന്നുണ്ടായ ചില മരണങ്ങൾ മൂലം നമ്മളൊട്ടും പ്രതീക്ഷിച്ചതല്ല. ചില വ്യക്തികളെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒട്ടും പ്രതീക്ഷിച്ചതല്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഓർക്കും തോറും എനിക്കത് അംഗീകരിക്കാൻ പറ്റാത്ത വിധം എൻ്റെ ഹൃദയം വളരെ വേദനാജനകമാണ്, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകം വിട്ട് നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്ര എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയാൻ പറ്റുകയില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ മരണം അത് ഏറ്റവും ഭാഗ്യപ്പെട്ട മരണമായിട്ട് മാറും. നമ്മുടെ മരണത്തിലൂടെ അനേകായിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ഇടവരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എത്രയോ ആയിരങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നൽകുവാൻ ചില വ്യക്തികളുടെ മരണങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത നാളുകളിൽ അമേരിക്കയിൽ ചാർലി ക്രിക്ക് എന്ന് പറയുന്ന ഒരു യുവ നേതാവ്, സത്യവിശ്വാസം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആകസ്മികമായി മരണപ്പെട്ടു. എന്നാൽ ചാർലിയുടെ മരണത്തിലൂടെ ആയിരക്കണക്കിന് യുവജനങ്ങളാണ് കർത്താവിനെ കണ്ടുമുട്ടിയതും സത്യവിശ്വാസം സ്വീകരിച്ച് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ധീരമായ നിലപാടുകൾ ലോകത്തോട് പരസ്യമായി വിളിച്ചു പറഞ്ഞതും. ആ ചെറുപ്പക്കാരൻ്റെ മരണം അനേകായിരങ്ങൾക്ക് കൃപയാക്കി കർത്താവ് മാറ്റുകയാണ്. എത്രയോ വിശുദ്ധരുടെ ജീവിത സാക്ഷ്യങ്ങളിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മരണവും ഇതുപോലെ അനേകർക്ക് അനുഗ്രഹമായി പ്രചോദനമാകുന്ന വിധത്തിൽ ഒരു കൃപ നിറഞ്ഞ മരണമായി മാറണം. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ജീവിതം കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ജീവിതമാകണം. മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വചനത്തിൽ നമുക്ക് പരിചിതമായൊരു വചനമാണ്. ഈശോ പറഞ്ഞു, എന്താണ് ഈശോ പറഞ്ഞത്? നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ജാഗരൂകരായിരിക്കുക. നമ്മുടെ ഈ ലോക ജീവിതം വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ജീവിക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അലക്ഷ്യമായി, കെയർലെസ്സായി, ലക്ഷ്യബോധമില്ലാതെ നമുക്കിഷ്ടപ്പെട്ട തോന്നിയ വഴികളിലൂടെ സഞ്ചരിച്ച് ഈ ലോകത്തിന് സുഖഭോഗങ്ങളിൽ മുങ്ങിത്താന്ന് നമ്മുടെ ആത്മാവിന് നാശം സംഭവിക്കരുത്. കർത്താവ് പറയാ, നിങ്ങൾ ജാഗരൂകരായിരിക്കുക. എപ്പോഴാണ് കർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതെന്ന് നീ അറിയാത്തത് കൊണ്ട് ജാഗ്രതയോടെ ജീവിക്കുക, സൂക്ഷ്മതയോടെ ഈ ലോകത്തിൽ നീ വർത്തിക്കുക എന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്.
എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ മരണം നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കി. എത്ര അനുഗ്രഹീതമായ ഭാഗ്യപ്പെട്ട മരണം! തൻ്റെ മരണത്തിലൂടെ മരണത്തിന് അധികാരിയായ പിശാചിനെ ഈശോ നശിപ്പിക്കുകയാണ്. നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ കർത്താവ് പിടിച്ചെടുക്കുകയാണ്. പിശാചിന്റെ തലയെ തകർക്കുകയാണ്. മനുഷ്യവർഗം മുഴുവനെയും സമ്പൂർണമായ രക്ഷ നേടിത്തരികയാണ് തൻ്റെ മരണത്തിലൂടെ. എത്ര അനുഗ്രഹീതമായ, എത്ര കൃപ നിറഞ്ഞ മരണം! കർത്താവിൻ്റെ ആ തിരുമരണത്തിലൂടെയാണ് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് നിത്യജീവൻ ലഭിച്ചത്. ഇവിടുത്തെ മരണോത്ഥാനത്തിലൂടെ നമുക്ക് നിത്യജീവൻ ലഭ്യമാകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വചനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എത്ര മനോഹരമായ പ്രാർത്ഥന! പൂർണ്ണ സംതൃപ്തിയോടെ കുരിശിൽ കിടന്ന് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈ ലോകത്തിൽ 33 വർഷമേ നമ്മുടെ കർത്താവ് ജീവിച്ചിട്ടുള്ളൂ. ആ 33 വർഷത്തിൻ്റെ ഉള്ളിൽ തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച സകല ദൗത്യവും സകല ഉത്തരവാദിത്വവും പൂർണ്ണമായും നിറവേറ്റി കഴിഞ്ഞു എന്നുള്ള തികഞ്ഞ സംതൃപ്തിയോടെ, അതിലേറെ ആനന്ദത്തോടെ തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് ഈശോ മരണമടയുകയാണ്, ഈ ലോകം വിട്ടു പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. തിരുവെഴുത്തുകളെല്ലാം പൂർത്തിയാക്കി. പിതാവേ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച സകല ദൗത്യവും പൂർത്തിയാക്കി. കർത്താവിൻ്റെ ഈ മരണവും നമ്മുടെ ജീവിതവുമായി നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കി. നമ്മൾ ഈ ലോകത്തിൽ എത്ര വർഷങ്ങൾ ജീവിക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണമേ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്തുമാത്രം ഗൗരവമായി കാണുന്നു, നമുക്ക് എന്തുമാത്രം ഈ ജീവിതത്തോടൊരു കമ്മിറ്റ്മെന്റ്, സമർപ്പണ ബോധമുണ്ട്. ചില വ്യക്തികൾ 90 വയസ്സ് വരെ ജീവിക്കുന്നു. ആ 90 വയസ്സ് ജീവിച്ചു, പക്ഷെ ആ ജീവിതം കർത്താവിന് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ, കർത്താവ് അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും വിശ്വസ്തയോടെ നിർവഹിക്കാതെ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചു, എന്തിനൊക്കെ വേണ്ടി ജീവിച്ചു, ആ ജീവിതം അങ്ങനെ അവസാനിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാവുന്നത് എന്റെയും നിന്റെയും ഈ ജീവിതം കർത്താവിനായി എന്തുമാത്രം പ്രയോജനപ്പെടുന്നുവോ, കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, അത് കുടുംബ ജീവിതത്തിലാകാം, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, ഏകാവസ്ഥ ജീവിതത്തിലാകാം, തൊഴിൽ മേഖലകളിലാകാം, ശുശ്രൂഷ മണ്ഡലങ്ങളിലാകാം, കർത്താവ് എന്നെ നിന്നെ നിർത്തിയ ഇടങ്ങളിലാകാം, എവിടെയാകട്ടെ, എന്തുമാത്രം സമർപ്പണത്തോട്, ഉത്തരവാദിത്ത ബോധത്തോടെ, വിശ്വസ്തയോടെ ഞാനിത് സ്നേഹത്തോട് നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപ കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നിറയപ്പെടുന്നത്. ഈശോയ്ക്ക് പറയാൻ പറ്റി, എല്ലാം പൂർത്തിയായി പിതാവേ, ഞാനൊന്നുപോലും മാറ്റിവെച്ച്. എത്ര ഭാഗ്യപ്പെട്ട മരണം, എത്ര അനുഗ്രഹീതമായ മരണം! തൻ്റെ മരണത്തിലൂടെ ഈ മനുഷ്യവർഗം മുഴുവനെയും കർത്താവ് വീണ്ടെടുത്ത് രക്ഷിച്ചു. നമുക്ക് വേണ്ടത് ദീർഘായുസ്സല്ല, പൂർണ്ണതയുള്ള ആയുസ്സാണ്. പൂർണ്ണതയുള്ള ആയുസ്സാണ്. കർത്താവ് ഏൽപ്പിച്ചതെല്ലാം ഉത്തരവാദിത്വ ബോധത്തോടെ, സ്നേഹത്തോടെ നിർവഹിച്ച് കടന്നുപോകുന്ന ഒരു പൂർണ്ണതയുള്ള ആയുസ്സാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടത്, എനിക്കും വേണ്ടതെന്ന് കർത്താവിൻ്റെ തിരുമരണത്തിലൂടെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എനിക്കിഷ്ടപ്പെട്ട വലിയൊരു മിഷണറിയാണ് ജിം എലിയാട്ട്. തൻ്റെ 27-ാമത്തെ വയസ്സിൽ അദ്ദേഹം രക്തസാക്ഷിയായി. കർത്താവിനും കർത്താവിൻ്റെ സത്യവചനത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച് തൻ്റെ സ്നേഹം ആ ചെറുപ്പക്കാരൻ വെളിപ്പെടുത്തി.
തൻ 27-ാമത്തെ വയസ്സ് രക്തസാക്ഷിയാകുമ്പോൾ അതിന് തൊട്ടു മുൻപ് അദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു, കർത്താവേ, എനിക്ക് വേണ്ടത് ദീർഘായുസ്സല്ല, പൂർണ്ണതയുള്ള ആയുസ്സാണ്. അതിന് തൊട്ട് താഴെ അദ്ദേഹം എഴുതി, നിന്നെ പോലെ കർത്താവേ, നിന്നെ പോലെ. ഒരു 33 വർഷമേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. നല്ല യൗവനത്തിന്റെ നിറവിൽ ഈ ലോകം വിട്ട് നമ്മുടെ കർത്താവ് പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി. എൻ്റെ സഹോദരങ്ങളെ, പൂർണ്ണതയുള്ള ആയുസ് നമ്മുടെ കർത്താവിന്റെ ജീവിതത്തെ പോലെ ഈ ലോകത്തിൽ ജീവിച്ച് കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം സ്നേഹത്തോടെ നിർവഹിച്ച് കൃപയോടെ ഈ ലോകം വിട്ട് നമ്മുടെ ശാശ്വത ഭവനത്തിലേക്ക് യാത്രയാകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇല്ലെങ്കിൽ ഏറ്റവും തകർന്ന, വളരെ വിനാശകരമായ ഒരു ഫലമായിരിക്കും നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. അതിൽ നമ്മൾ അതീവ ജാഗ്രതയുള്ളവരാകണം. ഈശോ പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾ ഈ ജീവിതത്തെ ഗൗരവത്തോടെ നോക്കിക്കാണണം. ഇത് വളരെ കെയർലെസ്സായി ജീവിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തോട് നമുക്കൊരു സമർപ്പണം ഉണ്ടാവണം. ഇത് കർത്താവിൻ്റെ ദാനമാണ്. എൻ്റെ സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മൾ ഉത്സുകരാകണം. ആദിമസഭയിലെ രക്തസാക്ഷി എസ്തഫാനോസിന്റെ മരണം എത്ര ഭാഗ്യപ്പെട്ട മരണമല്ലേ! അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 60-ാം വചനത്തിൽ അനേകർ തന്നെ കല്ലെറിയുമ്പോൾ ആ കല്ലേറിന്റെ കൊടിയ വേദനയിൽ എസ്തഫാനോസ് മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇതു പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. അനേകം കല്ലുകൾ തൻ്റെ മേൽ വന്ന് വീഴുകയാണ്. കഠോരമായ വേദന, മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദുസ്സഹമായ വേദനയുടെ നടുവിൽ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് എസ്തഫാനോസ് മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ കുറ്റം കർത്താവേ, എന്നെ കല്ലെറിയുന്നവരുടെ മേൽ ആരോപിക്കരുതേ. എത്രമാത്രം കർത്താവിനോട് അടുത്ത് ജീവിച്ചൊരു ശുദ്ധാത്മാവ്. ഇത് പറഞ്ഞവൻ മരണനിദ്ര പ്രാപിച്ചു. എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിതാവിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതായി എസ്തഫാനോസ് കണ്ടു. എന്തിനാ യേശു നിൽക്കുന്നതായി കണ്ടത്? നമ്മൾ വിശ്വാസപരമാണ് ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, പിതാവിന് വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവ്. ഇവിടെ ഉപവിഷ്ടനായിരിക്കുകയല്ല, ഈശോ നിൽക്കുകയാണ്. എന്തിനാ? തന്നോട് ഇതുപോലെ വിശ്വസ്ത സാക്ഷിയായ, തന്നോട് ഇത്രമാത്രം ചേർന്ന് ജീവിച്ച, തന്റെ മരണസമയത്ത് പോലും വിശ്വാസത്തിന് ധീരതയോടെ സാക്ഷ്യം നൽകിയ എസ്തഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ കർത്താവ് റെഡിയായി ആനന്ദത്തോടെ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് ജീവിച്ച ഏതൊരു ആത്മാവിനും ലഭ്യമാകുന്നത് ഈ ഒരു പ്രതിഫലമാണ്. സഹോദരാ, സഹോദരി, നീ മറന്ന് ജീവിക്കരുത്. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഏതൊരാത്മാവിനും ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഇതാണ്. കർത്താവ് സ്നേഹത്തോടെ ആത്മാവിനെ തന്റെ മടിത്തട്ടിലേക്ക് സ്വീകരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണിത്. ഇനി വേറൊരു മരണം നമുക്ക് കാണാം. 2 മക്കാബായ പുസ്തകം 7-ാം അധ്യായം 40-ാം വചനത്തിൽ നമ്മുടെ 7 മക്കളിൽ അമ്മ 7 മക്കളും അതിൽ 7-ാമൻ അവൻ എങ്ങനെയാ മരിച്ചത്? അവൻ തന്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു. ഒരു നല്ല ചെറുപ്പക്കാരനാണവൻ, നല്ല ചോരയും നീരുമുള്ളൊരു യുവാവ്. പരിശുദ്ധ വചനം പറയാ, തന്റെ മുഴുവൻ പ്രത്യാശ അവൻ തന്റെ ദൈവമായ കർത്താവിൽ അർപ്പിച്ചു. ഈ ലോകത്തിന്റെ ഒരു മാലിന്യമേൽക്കാതെ. ആ വചനം നമ്മളൊക്കെ ശ്രദ്ധിക്കണം. എന്നെ ഒരുപാട് തൊട്ടൊരു വചനം അത്. ഈ ലോകത്തിന്റെ യാതൊരു വിധത്തിലുള്ള മാലിന്യവും ദുഷിപ്പുമേൽക്കാതെ ആ യുവ സഹോദരൻ തൻ്റെ ആത്മാവിനെ കർത്താവിന് സമർപ്പിച്ചു. എത്ര ഭാഗ്യപ്പെട്ട മരണം, എത്ര ഭാഗ്യപ്പെട്ട മരണ സഹോദരങ്ങളെ! ഈ ലോകത്തിന്റെ ഒരു മാലിന്യമേൽക്കാതെ തൻ്റെ ആത്മാവിനെ വിശുദ്ധിയിൽ, ശുദ്ധതയിൽ കാത്തു സൂക്ഷിച്ച ആ ചെറുപ്പക്കാരന്റെ മരണം. എത്രയെത്ര ഇതുപോലെ ഭാഗ്യപ്പെട്ട മരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
എന്നാൽ മറ്റു ചില മരണങ്ങളും വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 23-ാം വചനത്തിൽ ഹേറോദേസ് രാജാവിന്റെ മരണം എപ്രകാരമാണ് അദ്ദേഹം മരണമടഞ്ഞത്? പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവൻ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. എന്റെ സഹോദരങ്ങളെ, പുഴുക്കൾക്കിരയായി ഹെരോദസ് അവൻ അന്ത്യശ്വാസം വലിച്ചു. എത്ര ദാരുണമായ മരണം! നമ്മൾ മറ്റു ചില മരണങ്ങൾ പരിശുദ്ധ വചനത്തിൽ കണ്ടു. എത്ര ഭാഗ്യപ്പെട്ട മരണം! നമ്മുടെ കർത്താവിന്റെ മരണം, എസഫാനോസിന്റെ മരണം, ആ രക്തസാക്ഷിയായ ആ യുവ സഹോദരന്റെ മരണം. ഇവിടെ ഹെരോദസ് രാജാവ് മാനുഷികമായി ഒന്നിനും കുറവില്ലാത്തവൻ, അധികാരവും പണവും പ്രാപ്തിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവാശ്രയത്വം ഉണ്ടായിരുന്നില്ല, ദൈവഭയം ഉണ്ടായിരുന്നില്ല. കർത്താവിനെ കൊടുക്കേണ്ട മഹത്വം തനിക്ക് തന്നെ നൽകിക്കൊണ്ട് അവൻ അഹങ്കാരമുറ്റ് അവൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിന് ദൂതൻ ഇറങ്ങി വന്ന് അവൻ അടിച്ചു താഴെ വീഴ്ത്തി. പുഴുക്കൾക്കിരയായി. ഇത്രയുള്ള നമ്മുടെ എത്ര സുന്ദരമുള്ള ശരീരമാണെങ്കിലും ഇതുമാത്രം നമ്മൾ ഈ ശരീരത്തിന് സൗന്ദര്യം കൂട്ടാൻ തേച്ച് പിടിപ്പിച്ചാലും ഇതൊക്കെ പുഴുതിന്നു പോകേണ്ടത് സഹോദരങ്ങളെ. ഇനി അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു കൊച്ചു ലേഖനം കണ്ടു. നമ്മൾ അടക്കി 3 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ആദ്യം അഴിയും നമ്മുടെ മൂക്കാണെന്ന് പറയണം. മൂക്ക് അതഴിഞ്ഞു പോകും. ആ ദിവസം വയറ് പൊട്ടുന്നു. 90 ദിവസമാകുമ്പോഴേക്കും അസ്ഥികൂടമായിട്ട് നമ്മൾ മാറി. എല്ലാം പുഴുക്കൾ തിന്നു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഈ സുന്ദരമായ ശരീരം എന്ന് വിചാരിച്ച് ശരീരത്തെ സൂക്ഷിക്കണം. ഇത് ദൈവത്തിന്റെ ആലയമാണ്. കർത്താവിന് യോജിച്ച വിധത്തിൽ നിന്റെ ശരീരത്തെ മാന്യതയിൽ നീ സൂക്ഷിക്കണം. ചില ആൾക്കാർ എന്തൊക്കെ ആർഭാടങ്ങളും ആഡംബരങ്ങളുമാണ് ഈ ശരീരത്തിന്റെ നശ്വരമായ സൗന്ദര്യ വർധനവിന് വേണ്ടി ചെയ്യുന്നത്, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഞാനതിനെ എതിരുന്നല്ല സഹോദരൻ, പക്ഷെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ദൈവവചനത്തിന് ചേർന്നതാണോ ഈ സൗന്ദര്യ വർധനവുകൾ? കർത്താവ് നമുക്ക് തരുന്ന ഒരു നാച്ചുറൽ ബ്യൂട്ടിയുണ്ട്. കുറച്ചൊക്കെ ചിലതൊക്കെ നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അത് അധികമായാൽ ഒത്തിരി അപകടവുമാണെന്ന് നമ്മൾ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല സഹോദരൻ. പുഴുക്കൾ തിന്നുകയാണ് രാജാവിൻ്റെ ശരീരം. പുഴുവിന് രാജാവാണോ, ചക്രവർത്തിയാണോ, കോടീശ്വരനാണോ, ലക്ഷപ്രഭുവാണോ, അല്ലെങ്കിൽ ഇന്ന ആളാണോ, ഇന്ന വ്യക്തിയാണോ, ഒന്നും പുഴുവിനൊരു നോട്ടില്ല. പുഴുവിന് നല്ല ശരീരങ്ങൾ കിട്ടി അത്രയും ഇഷ്ടമാണ് പുഴുവിന്. ചിന്തിക്കണം നമ്മൾ. അത് മുഴുവൻ തിന്നൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എത്ര ദാരുണമായ, എന്തുമാത്രം നമ്മൾ മാനുഷികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 മോശമായിട്ടുള്ള നീചമായിട്ടുള്ള ഒരു മരണമാണ് ഹെരോദസിന് കിട്ടിയത്. ഇനി മക്കാബയുടെ 2-ാം പുസ്തകത്തിലോട്ട് വരിക. അവിടെ ജാസൻ എന്ന് പറയുന്ന ഒരു കൊടുപാപിയുണ്ട്. അവൻ ജനനേതാവായിരുന്നു. പൈസ കൊടുത്ത് പ്രധാന പുരോഹിതൻ എന്നുള്ള പദവി നേടി തന്റെ ജനത്തെ അതികഠോരമായി പീഡിപ്പിച്ചവൻ, ക്രൂരമായി പെരുമാറിയവൻ. നമ്മൾ ചിന്തിക്കണം, നിന്റെ പാപം നിന്നെ വേട്ടയാടും, നിന്റെ തിന്മ നിന്റെ മേൽ തന്നെ വരുമെന്നുള്ള വചനങ്ങൾ മറക്കരുത് സഹോദരങ്ങളെ. നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളും ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന മ്ലേച്ഛതകളും കയ്യൊക്കുള്ള കാര്യക്കാർ അത് ഈ ലോകത്തിലാണ്. അത് ദൈവവചനത്തിന്റെ നിലപാടല്ല. ഞാനും നീയും ജീവിക്കേണ്ടത് കർത്താവിന്റെ വചനമനുസരിച്ചാണ്, കർത്താവിന്റെ വഴിയിലാണ്, കർത്താവിന്റെ വചനം തരുന്ന വെളിപാടുകളിലാണ്. ഒരു ക്രൈസ്തവന്റെ ജീവിതം അവന് ബോധിച്ചതുപോലെയല്ല, കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. മനസ്സിലാകുന്നവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അഭിഷേകം തരുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അവൻ അന്ത്യശ്വാസം വലിച്ചെന്ന് പറയും. അപ്പൊ ഈ ജാസന്റെ മരണം എങ്ങനെയായിരുന്നു? ഒരുപാട് മക്കളെ അവൻ പീഡിപ്പിച്ചു, കൊലപ്പെടുത്തി, അധികാരവും പണവും ഉപയോഗിച്ച് അനേകരെ അടിച്ചമർത്തി, കള്ളത്തരങ്ങൾ കാണിച്ചു, ഒരുപാട് തിന്മകൾ ചെയ്തു കൂട്ടി. ഈ മനുഷ്യന്റെ മരണം എങ്ങനെയുള്ള മരണമായിരുന്നു?
നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മൾ വിധിക്കപ്പെടുമെന്നുള്ള വചനങ്ങൾ മറക്കരുത്. ഇതൊന്നും പൊട്ട കഥകളല്ല. ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളാണ്. ഇത് മാറിപ്പോകാത്ത വചനങ്ങളാണ്. നിത്യജീവന്റെ വചനങ്ങളാണ്. 5-ാം അധ്യായം 10-ാമത്തെ വാക്യം, 2 മക്കബയർ 5:10. പല മരിച്ചവർക്കും സംസ്കാരം നിഷേധിച്ച അവൻ എന്ന് പറഞ്ഞത് ആ ജാസനാണ്. ഈ ജാസൻ അവൻ എങ്ങനെയാ മരിച്ചത്? വിലപിക്കാൻ, അവനെ പ്രതി കരയാനോ വിലപിക്കാനോ അവന്റെ ശവമടക്കിൽ ഒരു മനുഷ്യൻ പോലും പങ്കെടുക്കാനില്ല. ഒരു അനാഥനെ പോലെ, എന്നാ പറയും, നമ്മൾ അനാഥ പ്രേതം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരവസ്ഥ. ആരുമില്ല കരയാനോ അവന് കൂടെ ഇരിക്കാനോ അടക്കാനോ ഒന്നും ആരുമില്ല. വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു. മരിക്കുക മാത്രല്ല, സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ ഇടമോ അവന് ലഭിച്ചില്ല. അവനെല്ലാം നഷ്ടപ്പെടുകയാണ്. ഈ ലോകത്തിൽ താൻ ജീവിച്ചപ്പോൾ പൊളിറ്റിക്കൽ പവർ, തന്റെ അധികാരവും പണവും ഉപയോഗിച്ച് അവനെല്ലാം പിടിച്ചടക്കി, അനേകരെ ദ്രോഹിച്ചു, ഒത്തിരിയേറെ പാവപ്പെട്ട മനുഷ്യരെ പീഡിപ്പിച്ചു, സ്വന്തം ജനത്തെ കഠോരമായി ഉപദ്രവിച്ചു. നിഷ്ഠൂരനായ അതിക്രൂരനായ മനുഷ്യൻ. നിങ്ങൾ ആ വേദപുസ്തകം വായിക്കണം. നിങ്ങൾ ക്രൂരനായ മനുഷ്യൻ, ഒരു അനുതാപം അവനുണ്ടായില്ല. അവന്റെ മരണം എങ്ങനെയായിരുന്നു സഹോദരൻ? അവന്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അതുപോലെ പല മരണങ്ങളും നമുക്ക് മുന്നറിയിപ്പുകളാണ്. ചില മരണങ്ങൾ നമുക്ക് മുന്നറിയിപ്പുകളാണ്. നമ്മൾ അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനും സ്വർഗം തരുന്ന അടയാളങ്ങളാണ് ചില മരണങ്ങളെന്ന് നമ്മൾ മറന്നു പോകരുത്. ജാസന്റെയും ഹെരോദസ് രാജാവിൻ്റെയും മരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം അതാണ്. ഇന്നും ലോകത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ പലതും സംഭവിക്കുന്നുണ്ട് സഹോദരൻ. നമ്മുടെ ജീവിതത്തിന് നശ്വരത മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ നശ്വരമായ ഭോഗേച്ഛകൾക്കും സുഖലോലുപതകൾക്കും ഈ ലോകത്തിന് വെറിക്കൂത്തുകൾ അനുഭവിക്കുവാൻ ദൈവവചനത്തെ നിരാകരിച്ചുകൊണ്ട് സുവിശേഷ മൂല്യങ്ങളെ തള്ളിക്കളഞ്ഞ് നീ മൃഗതുല്യമായി കാലുവെന്ത നായെ പോലെ ഈ ലോകത്തിന് മ്ലേച്ഛതയുടെ പുറകെ നീ പരക്കം പായുമ്പോൾ നീ അറിയുന്നില്ല, നീ വലിയ നാശത്തിലേക്കാണ് പോകുന്നത്, നിത്യനാശത്തിലേക്ക്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിതമാകണം. നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ലോകത്തിൽ ജീവിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ ആനന്ദം നമ്മൾ അനുഭവിക്കണം. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് നശ്വരതയിൽ ഇന്നലെ നമ്മൾ ധ്യാനിച്ചു. ഒന്നാമത്, നമ്മെല്ലാവരും മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം. 2 സാമുവേൽ 14:14 കണ്ടതാണ്. നമ്മെല്ലാവരും മരിക്കും, അതിൽ ഒരു തർക്കവുമില്ല. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമുക്കൊരു മരണമുണ്ട്. അത് നിത്യമായ സത്യമാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്. വയലിൽ നിൽക്കുന്ന പൂ പോലെയാണ്. സങ്കീർത്തകൻ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ജീവിതത്തിന് നശ്വരത അവതരിപ്പിക്കുന്നത്. 103-ാം സങ്കീർത്തനം 15-ഉം 16-ഉം തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കാം. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്. എല്ലാവരും ഒന്നിച്ച് ഉച്ചത്തിൽ പറഞ്ഞ, മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പൂ പോലെ അത് വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്റെ സഹോദരങ്ങളെ, എത്ര ശക്തമായ സങ്കീർത്തന വചനമാണ് നമ്മൾ കണ്ടത്. മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്. വയലിൽ നിൽക്കുന്ന പൂ പോലെ. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുന്നു. അത് നിന്നിരുന്ന സ്ഥലം പോലും മനുഷ്യർ ഓർക്കാത്ത വിധത്തിൽ അത് മാഞ്ഞു പോകുന്നു, അപ്രത്യക്ഷമാകുന്നു. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ വെറും പുല്ലുകളാണെന്നാണ് ചില ആൾക്കാർ പറയില്ല. ഞാൻ ആ ഭാഷ ഇവിടെ പറയുന്നില്ല, അത് പരിശുദ്ധമായ സ്ഥലത്ത് നിന്നായി പറയുന്നത്. ദേഷ്യം വരുമ്പോൾ ചിലർ പറയുന്നൊരു വാക്കുണ്ട്, പോടാന്ന് പറഞ്ഞിട്ട്.
ഈ പുല്ലായി പറയുന്നത് പുല്ല്. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ സഹോദരങ്ങളെ, ഇത് കൃത്യവചനം പറയുന്നത്. നീ പുല്ലാണെന്ന വചനം പറയണേ. നീ മാത്രമല്ല, ഞാനും പുല്ലാണെന്ന വചനം പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പുല്ലുപോലെയാണ്. എന്നിട്ട് നമ്മൾ ഞാൻ ഈ മസിൽ പവറും കാണിച്ച് അഹങ്കരിക്കുന്നത്. ഈ ഞാൻ എന്തോരുണ്ട് സഹോദരങ്ങളെ. ഈ ശ്വാസം നിലച്ച ഇതാ കെടുക്കുന്നു ഞാൻ ഇതാ കെട്ടിമറിഞ്ഞ് വീണു. അതോടുകൂടി എൻ്റെ എല്ലാം തീർന്നു, എൻ്റെ പദ്ധതികൾ അവസാനിച്ചു, എൻ്റെ ആസൂത്രണങ്ങൾ തകർന്നു, മണ്ണിനോട് അത് ചേർന്ന് പോകുന്നു. ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും സഹതാപത്തോടെ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. നിന്റെ പ്രിയപ്പെട്ടവർക്ക് പോലും, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും അവർ സഹതപിച്ച് ഹെൽപ്ലെസ്സായി, നിസ്സഹായരായി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ സഹോദരങ്ങളെ. നമ്മളെ സഹായിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ മരണനാഴികയിൽ കർത്താവ് മാത്രമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയട്ടെ, ഈ ജീവിതം മാനുഷിക പ്രീതിക്ക് വേണ്ടിയല്ല. ഈ ജീവിതം ലോകത്തിന് നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ജീവിതം ലോകത്തിന്റെ ഭോഗേച്ഛകൾക്ക് വേണ്ടിയല്ല. നിന്റെ ജീവിതം കർത്താവിന് പ്രയോജനമുള്ള ജീവിതമായി മാറട്ടെ. സ്തുതിക്കുന്നു കർത്താവേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. നിന്റെ ജീവിതം കർത്താവിനെ പ്രയോജനമുള്ളതായി മാറട്ടെ, പ്രോഫിറ്റബിൾ ആയി മാറട്ടെ. കർത്താവിന്റെ മഹത്വത്തിന് അത് കാരണമാകട്ടെ. എന്റെ സഹോദരങ്ങളെ ചിന്തിക്കണം, വചനത്തിന് മുൻപിൽ നിന്ന് പരിശോധിക്കണം. നീ പുല്ല് പോലെയാണ്, വയലിലെ പൂ പോലെ. നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നില്ലേ? മൺമയമാമിയുലകിൽ കാൺമതുമായ വൻമഹിമാദന സുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. എത്ര ക്ഷണികമാണ് നമ്മുടെ ഈ ലോക ജീവിതം. ഒരു നശ്വരമായ ഈ ലോക ജീവിതത്തിനായി നിന്റെ നിത്യത നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ ആത്മാവിനെ നീ നാശം വരുത്തി വെക്കരുത്. സ്നേഹത്തോടെ കർത്താവ് നമ്മോട് പറയുക, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാക്കൾക്ക് നാശം വരുത്തി വെക്കരുത്. ഇത് വെറും ക്ഷണികമാണ്. നമ്മൾ പുല്ലുപോലെയാണ്. പത്രോസ്ലീഹ താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 24-ാം വചനത്തിൽ ഇതേ സത്യം ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യവും. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യമാണ്. പൂക്കളെല്ലാം കൊഴിഞ്ഞു വീഴുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം യഥാർത്ഥത്തിൽ നമ്മൾ ധ്യാനിച്ചാൽ മതി. ഈ വചനം നമ്മുടെ ആത്മാവിൽ പ്രകാശിതമായാൽ നമുക്ക് മാനസാന്തര അനുഭവം ഉണ്ടാവും. നമ്മൾ ഈ ലോകത്തിൽ നിന്നും, ലോകത്തിൻ്റെ സുഖലോലുപതകളിൽ നിന്നും നമ്മൾ ഒരു വേർപാട് സ്വീകരിക്കും സഹോദരൻ. അതൊരു ഒളിച്ചോട്ടമല്ല. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമല്ല. അതിനെ ശരിയായ വിധത്തിൽ കാണുകയും കൃത്യമായി ജീവിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ഇപ്പോൾ ഇവിടെ പങ്കുവെച്ചത്. ഒരു വേർപാട് സ്വീകരിക്കുന്ന എന്തിനു വേണ്ടി? എനിക്ക് ആത്മനാശം സംഭവിച്ച് കർത്താവിനോട് കൂടെയുള്ള എൻ്റെ നിത്യത എനിക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. കാരണം ഈ ജീവിതം വെറും ക്ഷണികമാണ്, ഇത് വെറും നശ്വരമാണ്. പൂ പോലെ അത് കൊഴിഞ്ഞു പോകുന്നു, അത് വാടിപ്പോകുന്നു, അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമാണ്. യെശയ്യാ പ്രവചനത്തിൽ പ്രവാചകൻ ദൈവജനത്തോട് പറയുക, 40-ാം അധ്യായം 6-7 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് വീണ്ടും സ്വരം ഉയർന്നു, ഉദ്ഘോഷിക്കുക.
ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം? മനുഷ്യൻ തൃണം മാത്രം, ജഡം, നമ്മുടെ മനുഷ്യ ജീവിതം തൃണം മാത്രം. അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികം. കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുന്നു, പുഷ്പം വാടിപ്പോവുകയും ചെയ്യുന്നു. മനുഷ്യൻ പുല്ലു മാത്രം. വീണ്ടും വീണ്ടും പരിശുദ്ധ വചനം ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ പുല്ലു മാത്രം. എല്ലാവരും ശ്രദ്ധിക്കണമേ, മനുഷ്യൻ പുല്ലു മാത്രമായി ഞാനും നിങ്ങളുമാണ് അഹങ്കരിച്ച് ധാർഷ്ട്യത്തോടെ ഗർവോടുകൂടെ പലപ്പോഴും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, മനുഷ്യൻ പുല്ല് മാത്രമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. നാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ എത്ര മനോഹരമാണ്. ജോബിന്റെ പുസ്തകം 14:2 ഇതേ സത്യമാണ് പറയുന്നത്. മനുഷ്യൻ പുല്ലുപോലെയാണ്, അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു, അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. നിലനിൽക്കാൻ പറ്റാത്ത വിധം അവൻ അവൾ കടന്നു പോകുന്നു. 37-ാം സങ്കീർത്തനം 1-2 വചനങ്ങളിലോട്ട് വാ. എല്ലാവരും പരിശുദ്ധ ബൈബിൾ വേദപുസ്തകം കൈകളിലെടുത്ത് ഒന്നിച്ചു വായിക്കണം. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നു, സസ്യം പോലെ വാടിപ്പോകുന്നു. എത്ര ശക്തമാണ് കർത്താവിൻ്റെ വചനങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ വചനങ്ങളെല്ലാം എത്രമാത്രം കൃത്യതയുള്ളതാണ്. ദൈവവചനം മാറിപ്പോകുന്നില്ല, നിഴൽ പോലെ കടന്നു പോകുന്നു. വീണ്ടും യാക്കോബിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-11 വചനങ്ങൾ. ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ, എന്തെന്നാൽ പുല്ലിന്റെ പൂവ് പോലെ അവൻ കടന്നു പോകും. സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിന് ഉണക്കിക്കളയുന്നു, അതിന്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു, സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ധനികനും തൻ്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകും. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനങ്ങളെല്ലാം ഒരേ സത്യമാണ് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നത്. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ലുപോലെയാണ് മനുഷ്യ ജീവിതം ഈ ലോകത്തിൽ. അത് വയലിലെ പൂവ് പോലെയാണ്, അത് വാടിപ്പോകുന്നു, അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന സ്ഥലം പോലും ഓർക്കാൻ കഴിയാത്ത വിധം അജ്ഞാതമായി തീരുന്നു. എത്ര പ്രിയപ്പെട്ടവർ, പക്ഷെ നമ്മൾ പലപ്പോഴും അവരെ മറന്നു പോകുന്നു. ബോധപൂർവമല്ല, അത് ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ മറവി എന്നുള്ളത്. പലപ്പോഴും നമ്മളവരെ ഓർക്കുന്നില്ല. ഓർമ്മ പോയിട്ടല്ല, നമുക്ക് ഓർക്കാൻ പറ്റുന്നു. ജീവിതത്തിൻ്റെ വ്യഗ്രതകളിലൊക്കെ പെട്ട് പലപ്പോഴും നമ്മളവരെ ഓർക്കുന്നു പോലുമില്ല, അവരെ സ്മരിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇത്രയുള്ളോ ഏതൊരു മനുഷ്യൻ്റെ ജീവിതവും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതം അനേകർക്കൊരു അനുഗ്രഹമായി തീരണം. ഒന്ന്, എൻ്റെ കർത്താവിനും എൻ്റെ കർത്താവിൻ്റെ വചനത്തിനും എൻ്റെ ഈ ലോക ജീവിതം ഒരു അനുഗ്രഹമായി തീരണം. നീ തീരുമാനമെടുക്കണം. എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾക്ക് എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറണം. എൻ്റെ തൊഴിൽ മേഖലകളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഞാൻ ആയിരിക്കുന്നിടത്ത് അനേകർക്ക് കണ്ണുനീരും അനേകർക്കൊരു വേദനയും ദുഃഖവുമായി മാറാതെ ഒരു അനുഗ്രഹമായി എൻ്റെ ജീവിതം അനേകർക്കൊരു ആനന്ദമായി പ്രചോദനമായി മാറുവാൻ തക്കവിധം കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന, കർത്താവിന് പ്രയോജനപ്പെടുന്ന ജീവിതമായി നമ്മുടെ ജീവിതം മാറട്ടെ. അതിനുവേണ്ടി ആഗ്രഹിക്കണം. ഒരു നിമിഷം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ.
എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു അനുഗ്രഹമാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണം. ക്ഷണികമായ നശ്വരമായ ഈ ലോക ജീവിതം കർത്താവെ ഒരു അനുഗ്രഹമായി മാറട്ടെ. അങ്ങയുടെ വചനത്തിനും രാജ്യത്തിനും എന്റെ ജീവിതം അനുഗ്രഹമാണ്. എന്റെ കുടുംബത്തിന്, എന്റെ തലമുറയ്ക്ക്, എന്റെ സഭയ്ക്ക്, എന്റെ സമൂഹത്തിന്, എന്റെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ. അനേകർക്ക് ഇതൊരു പ്രചോദനമായി മാറട്ടെ, കൃപയായി മാറട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇരുകരമുയർത്തി ഒറ്റ വിളി, യേശുവേ. അഭിഷേകം കൊടുക്കട്ടെ. അഭിഷേകം കൊടുക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ചങ്ങി ആരാധിക്കുന്നു, ഒരു മനസ്സോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങൾ കോർത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർന്ന് ഈ ലോക ജീവിതത്തിന്റെ ക്ഷണികതയും നശ്വരതയും നമ്മൾ പുല്ലുപോലെയാണ്, പൂ പോലെയാണ് നമ്മുടെ ജീവിതം. അതിന് ക്ഷണികത തിരിച്ചറിഞ്ഞ് ഒന്നിച്ച് ആത്മാവിൽ നിറഞ്ഞ് പാടി പ്രാർത്ഥിക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ വെളിച്ചം നിറയട്ടെ, നമ്മുടെ ആത്മാക്കൾ പ്രകാശിതമാകട്ടെ. കർത്താവിന്റെ മഹത്വത്താൽ നമ്മുടെ ആത്മാവ് പ്രകാശിതമാകട്ടെ. ഈ ലോകത്തിന്റെ സകല ഇരുളുകളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ആമേൻ, 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 ആമേൻ. മൺമയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമാദന സുഖങ്ങൾ സകലവുമായ മൺമയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമാദന സുഖങ്ങൾ സകലതുമായ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. വിശ്വസിക്കുന്നു, നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. പൂർണ്ണബോധ്യത്തോടെ ഏറ്റുപറയുക. നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ക്ഷണികത മനസ്സിലാക്കി, നശ്വരത മനസ്സിലാക്കി അങ്ങയോട് ചേർന്ന് ജീവിക്കും കൃപ തരണമേ, കൃപ തരണമേ. അനേകർക്ക് ജീവിതം അനുഗ്രഹമായി തരണമേ. Yes, Lord. Yes, Lord. ആമേൻ, 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 ആമേൻ. ആമേൻ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് നശ്വരതയിൽ മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം മൂടൽ മഞ്ഞ് പോലെയാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം മൂടൽ മഞ്ഞ് പോലെയാണ്. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വചനം 4:14. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. എത്ര ശക്തമായ വചനമാണിത്. ഞാൻ ഒരിക്കൽ എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെ മകൻ, അവന് 16 വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളൂ. ഒരു ബൈക്ക് ആക്സിഡന്റിൽ അവൻ മരണപ്പെട്ടു. എൻ്റെ സഹോദരൻ കുറച്ച് നാളുകൾക്ക് മുൻപാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മകൻ്റെ ശവശരീരം വളരെ ഭംഗിയായി അവർ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത്
ഈ തിരുവചനം എഴുതി വെച്ചിരിക്കുകയാണ്. അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് മനുഷ്യ ജീവിതം. മൂടൽമഞ്ഞാണ് മനുഷ്യ ജീവിതം. പല പ്രാവശ്യവും ഞാൻ ഈ വചനം വായിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ വചനം ഞാൻ വായിച്ചപ്പോൾ അതെൻ്റെ ഹൃദയത്തെ തൊട്ടു. കർത്താവ് എത്ര ക്ഷണികമാണ്. വെറും 16 വയസ്സ് മാത്രമുള്ള നല്ല മിടുമിടുക്കനായ ആ കുഞ്ഞ്, അവൻ ഇന്ന് ലോകത്തിലില്ല. അവൻ്റെ ബന്ധങ്ങളെയും പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയും അവൻ്റെ സ്വന്തം കുടുംബത്തെയും ജനിച്ച് കളിച്ച് ചിരിച്ചു വളർന്ന അവൻ്റെ ദേശത്തെയും വിട്ട് അവൻ നിത്യതയിലേക്ക് യാത്ര പോയി. മൂടൽമഞ്ഞ് പോലെയാണ് മനുഷ്യ ജീവിതം. നമ്മൾ കണ്ടിട്ടുണ്ട് കോടമഞ്ഞ്, നമ്മളൊക്കെ കണ്ടിട്ടുള്ള, നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കോടൽമഞ്ഞ്. പക്ഷെ ഏതാനും സെക്കൻഡുകൾ, മിനിറ്റുകൾ കഴിയുമ്പോൾ ആ മൂടലുകളൊക്കെ മാറി വീണ്ടും വെളിച്ചം വരുന്നു. സൂര്യപ്രകാശം വരുമ്പോൾ ആ മൂടൽമഞ്ഞൊക്കെ നീങ്ങിപ്പോവുകയാണ്. ഇതുപോലെയാണ് മനുഷ്യ ജീവിതമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. സഹോദരങ്ങളെ, ഈ ഓരോ വചനവും നമ്മൾ ധ്യാനിച്ചാലുണ്ടല്ലോ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ജീവിതം മാനസാന്തര കൃപയിൽ നിറയപ്പെടും. ഈ ലോകവും ലോകത്തിന് നശ്വരമായ സുഖഭോഗങ്ങളും നമുക്ക് ചപ്പും ചവറുമായി അനുഭവപ്പെടും. വെറും വേസ്റ്റായി നമ്മളതിനെ തള്ളിക്കളയും. അതനുഭവിച്ചവരായിരുന്നു വിശുദ്ധാത്മാക്കൾ. മൂടൽ മഞ്ഞ് പോലെയാണ് മനുഷ്യ ജീവിതം. സുഭാഷിത പുസ്തകം 27-ാം അധ്യായം 1-ാം വചനത്തിൽ ഇതേ സത്യം ആത്മാവ് പഠിപ്പിക്കുകയാണ്. നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട. ഒരു ദിവസം കൊണ്ട് എന്തു സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല. ഒരു ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നീ അറിയുന്നില്ല. നമ്മൾ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കും. നല്ല കാര്യം, നമുക്ക് പ്ലാനിങ് ഉണ്ടാകണം, ആസൂത്രണങ്ങൾ നടത്തണം, സ്വപ്നങ്ങൾ ഉണ്ടാകണം, ദർശനങ്ങൾ ഉണ്ടാകണം. എന്നാൽ അതിലെല്ലാം കർത്താവിൻ്റെ ആത്മാവുണ്ടാകണം. കർത്താവിനെ കൂട്ടുപിടിക്കാതെ, കർത്താവിനെ കൂടെ നിർത്താതെയുള്ള പദ്ധതികളും ആസൂത്രണങ്ങളും സ്വപ്നം കാണലുകളും ദർശനങ്ങളൊക്കെ എന്തുമാത്രം അത് ഫലദായകമാകും എന്നതിൽ സംശയമുണ്ട്. നാളെ നിന്റെ ജീവിതം എന്താകുമെന്ന് നീ അറിയുന്നുണ്ടോ എന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് ചോദിക്കുക. ജോബിന്റെ പുസ്തകത്തിൽ ജോബ് പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥന ഞാൻ ചിന്തിക്കും. ഇവർക്കൊക്കെ എന്തുമാത്രം നിത്യതയുടെ വെളിച്ചമുള്ളവരായിരുന്നു. പഴയ നിയമത്തിലെ ഒരു മഹാവിശുദ്ധനായിരുന്നു ജോബ്. മനുഷ്യ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കൊടിയ സഹനത്തിലൂടെ, മഹാദുരിതങ്ങളിലൂടെ ജോബ് കടന്നുപോയി. ഈ സമയങ്ങളിലെല്ലാം കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിനെ മാത്രം കൂട്ടുപിടിച്ച് ജോബിന് ജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നിത്യതയുടെ വെളിച്ചമായിരുന്നു. ജോബ് പറയുന്നുണ്ട്, ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വചനത്തിൽ എന്താ ജോബ് പറയുന്നത്? സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്ന കർത്താവ് എടുത്തു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി തന്നെ പോകും. ഈ ലോകം വിട്ട് ഞാൻ നഗ്നനായി തന്നെ പോകും. എത്ര അത്ഭുതകരമായൊരു ചിന്ത. ഒരു മുട്ടുസൂചി പോലും കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും ശവമഞ്ചത്തിൽ കിടക്കുന്നവരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരിട്ടിരിക്കുന്ന വസ്ത്രം, അവർ ജീവിച്ചിരിക്കുമ്പോൾ അത്ര വലിയ സൂട്ടും കൂട്ടും, 10,000 ലക്ഷങ്ങളുടെ സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് നടന്നവരാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള കണ്ണൻ ചിപ്പിക്കുന്ന ചുരിദാറുകളും സാരികളൊക്കെ മോടിയിൽ അലങ്കരിച്ച് നടന്നവരെ ആ ശവമഞ്ചത്തിൽ കിടക്കുമ്പോൾ അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ നഗ്നനായി ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഈ ലോകത്തിൽ നിന്ന് പോകും. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ
പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എന്റെ കൂടെന്നു പോരുവാൻ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ഈശോയേ, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എന്റെ കൂടെന്നു പോരുവാൻ. ഈ മഹാസത്യമാണ് വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നത്. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വചനം. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, എത്ര നശ്വരമാണ് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം, എത്ര ക്ഷണികമാണ്. നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നതും നമ്മൾ സ്വരൂപിച്ചു വെക്കുന്നതും ഒന്നും നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുകയില്ല. നമ്മുടെ തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റുമോ നമുക്കറിയില്ല സഹോദരങ്ങളെ. അതെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതിന്റെ കാരണം അതാണ്. കർത്താവ് തന്നത് സ്നേഹത്തോടെ പങ്കുവെക്കുക. നമ്മുടെ കഴിവുകൾ പങ്കുവെക്കണം. കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി, ദൈവവചനത്തിൻ്റെ വളർച്ചയ്ക്ക് മുന്നേറ്റത്തിനുമായി നമ്മുടെ സാധ്യതകൾ, നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ സ്വാധീനങ്ങൾ, നമ്മുടെ പണം, നമ്മുടെ സമ്പാദ്യം, ഇതെല്ലാം നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിനായി പങ്കുവെക്കുമ്പോൾ, ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ നമ്മൾ നിത്യതയ്ക്കായി സമ്പാദിക്കുകയാണ്. കർത്താവ് പറഞ്ഞ വചനം ആക്ഷരികമായി നിറവേറപ്പെടുക. നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക. നമ്മൾ നിത്യതയിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവരായി മാറുകയാണ്. എത്ര ഭാഗ്യപ്പെട്ടൊരു അനുഭവമാണ് സഹോദരങ്ങളെ ഇത്. അല്ലാതെ നമ്മളിത് കെട്ടിപ്പിടിച്ച് വേണ്ടതുപോലെ ആർക്കും പങ്കുവെച്ച് കൊടുക്കാതെ, ഞങ്ങളുടെ കർത്താവിൻ്റെ വേലയ്ക്ക് പോലും 5 പൈസ കൊടുക്കാതെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറില്ലേ, മുറിച്ചെടുത്ത് ഉപ്പ് തേക്കാത്തവരെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ അതൊന്നും കൊടുക്കാം. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നഷ്ടപ്പെട്ടില്ലേ, അത്രയും പോയില്ലേ എന്ന് വേദനയോടെ ചിന്തിക്കുന്നവരെ, അവർ ഈ പണവും സമ്പാദ്യവും എല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം വിട്ടു പോകുമ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? അതിലൊരു ഒരു 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 നയാ പൈസ, ഒരു പൈസ പോലും നിനക്കും എനിക്കും നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കൊണ്ടുപോകാൻ പറ്റുന്ന ഏക കാര്യം, ഈ ലോകത്തിൽ നിന്റെ ജീവിതം എന്തുമാത്രം കർത്താവിന് പ്രയോജനപ്പെട്ടു അത് മാത്രമാണ് നിന്റെ കൂടെ വരുന്നത്, നിന്റെ പ്രവർത്തികളാണ്. ജോബിന്റെ പുസ്തകം 7-ാം അധ്യായം അവിടെ 8ഉം 9ഉം വചനങ്ങൾ ഈ സത്യമാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീട് ഒരിക്കലും എന്നെ കാണുകയില്ല. നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പോയി കഴിഞ്ഞിരിക്കും. നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കെ ഞാൻ പോയി കഴിഞ്ഞിരിക്കും. മേഘങ്ങൾ മാഞ്ഞു മറയുന്നത് പോലെ മരണപ്പെട്ടവർ മടങ്ങി വരികയില്ല. നാം കേട്ടിട്ടില്ലേ, ചില വാർത്തകൾ കേട്ടിട്ടില്ലേ? ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, ഭാര്യയും ഭർത്താവും മക്കളും സഹോദരിമാരും കുടുംബത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ച് നമ്മൾ അങ്ങോട്ടേക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആള് മരണപ്പെട്ടു പോയി, കുഴഞ്ഞു വീണ് മരിച്ചു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെരിഞ്ഞ് താഴേക്ക് മറിഞ്ഞു വീണ് ആ സ്പോട്ടിൽ മരണപ്പെട്ടു പോയി. നോക്കിക്കൊണ്ടിരിക്കേ കടന്നു പോകുന്നവർ. ഞാൻ ഈ വചനങ്ങളല്ല ഈ ദിവസങ്ങൾ വായിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തുന്ന ഓരോ വചനവും പരിശുദ്ധ തിരുവഴുത്തിൽ എഴുതി വെച്ചിരിക്കുക പരിശുദ്ധാത്മാവ്. എന്തിനാ? നമ്മൾ കൃപയോടെ ജീവിക്കാൻ, കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ, വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെടാൻ നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. 4-മതായി, ഈ ജീവിതത്തിന് നശ്വരതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം ഒരു മണൽത്തരി പോലെയാണ്. മരുഭൂമിയിലെ കടൽ തീരത്തെ ഒരു മണൽത്തെ അത്രയുള്ള നമ്മുടെ ജീവിതം ഒരു മണൽത്തരി പോലെയാണെന്ന് വചനം പഠിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായത്തിലാണ് ഈ സത്യം കാണാൻ പറ്റുന്നത്. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. പ്രഭാഷകന്റെ പുസ്തകം
18-ാം അധ്യായം 10-ാമത്തെ വചനത്തിലാണ്. 18:10 അവിടെ പറയുന്നു, മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. ഇനി 10-ാമത്തെ വചനം, നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വർഷങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെ, ഒരു മണൽത്തരി പോലെയാണ്, ഒരു മണൽത്തരി പോലെയാണ്, ഒരു മണൽത്തരി പോലെയാണ്, ഒരു മണൽത്തരി പോലെയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒന്നുമല്ല എന്ന് വചനം പറയാണ്. ജെറമിയ പ്രവചനം 18:6 പ്രവാചക വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ജെറമിയ പ്രവചനം 18:6 എന്താ പറയുന്നത്? ഇവിടെ പറയാണ്, ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ? കർത്താവ് ചോദിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും. അഹങ്കരിക്കാൻ ഒന്നുമില്ല, എല്ലാം ദൈവത്തിന് ദാനമാണ്. 1 കൊരിന്തോസ് 4:7, കൊരിന്തോസ്കാർക്ക് 1-ാമത്തെ ലേഖനം 4:7 പൗലോസ്ലീഹ പറയുന്നു, നിനക്ക് എന്ത് മഹാത്മ്യമാണുള്ളത്? പ്രത്യേകമായി ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ലാത്ത മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? അഹങ്കരിക്കാൻ ഒന്നുമില്ല. താഴ്മയോടെ എല്ലാവരും എളിമപ്പെട്ട് ക്ഷമയോടെ വർത്തിച്ച് വിശ്വസ്തയോടെ പരസ്പരം പങ്കുവെച്ച് ദൈവസ്നേഹത്തിൽ ദൈവവേല ചെയ്ത് ജീവിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായി നാം മാറുവാൻ പരിശുദ്ധ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവസാനമായി, നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം വെള്ളം നിലത്ത് വീണ് ചിതറിയാൽ പിന്നെ അതിനെ വീണ്ടെടുക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് മനുഷ്യ ജീവിതം. 2 സാമുവേൽ 14:14 അവതിനെ പെട്ടെന്നൊന്ന് വായിക്കാം. നാം എല്ലാവരും മരിക്കും, നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നമ്മൾ. തിരിച്ചെടുക്കാൻ കഴിയാത്ത വെള്ളം പോലെ പിന്നീട് നമുക്കൊരു ജീവിതമില്ല സഹോദരങ്ങളെ. ഇനി നമുക്കൊരു ആരംഭമില്ല. നമ്മൾ ജീവിതത്തിൽ ഈ പ്രായം വരെ, ഈ വർഷം വരെ നമ്മൾ എത്തി. ഇനി നമുക്കൊരു ഒരു 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 വീണ്ടും ജനിച്ച് 6 മാസം 8 മാസം 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് അങ്ങനെയുള്ളൊരു മാനുഷിക ജീവിതം നമുക്കിനിയില്ല. നമുക്കിനി ഒരു ആരംഭമില്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ വർഷങ്ങൾ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല. നിലത്ത് വീണ് ചെതറിപ്പോകുന്ന വെള്ളം പോലെയാണ് ഓരോ മനുഷ്യ ജീവിതമെന്ന് കർത്താവിന്റെ സത്യവചനം പഠിപ്പിക്കുക. ജാഗ്രതയുള്ളവരാകണം. ഈ ലോക ജീവിതം സൂക്ഷ്മതയോടെ ജീവിച്ച് തീർക്കണം. കർത്താവിനോട് കൂടെ ജീവിക്കണം. ജീവിതം ക്രിസ്തുവായിട്ട് മാറണം. വെളിപാട് പുസ്തകം 14:13 അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ശക്തമായൊരു വചനം പരിശുദ്ധാത്മാവ് തരികയാണ്. അനന്തരം സ്വർഗത്തിൽ എന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ ആരാണ് അനുഗ്രഹീതര്? മരണമടയുന്ന സകലരും അനുഗ്രഹീതരല്ല സഹോദരങ്ങളെ. കർത്താവിൽ മരണമടയുന്നവരാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹീതര്. ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിന്റെ സുഖാസക്തിയിലും ഈ ലോകാരൂപിയിലും ലോകത്തിന്റെ ഭോഗേച്ഛകളിലും ജീവിച്ച് ഞാൻ മരണപ്പെട്ടു പോയാൽ അത് അനുഗ്രഹീതമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് നാം ചിന്തിക്കണം. കർത്താവിൽ മൃതിയടഞ്ഞവരെ, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്ന് ക്രിസ്തുവിലുള്ള ജീവിതമായി മാറുമ്പോൾ നമ്മുടെ മരണം ഭാഗ്യപ്പെട്ട മരണമാണെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ! എത്ര ശക്തമായ വചനമാണിത്! കർത്താവിൽ മൃതിയടഞ്ഞവർ മരണപ്പെട്ടവർ ഭാഗ്യവാന്മാർ. തുടർന്ന് എന്താ വചനം പറയുന്നത്? അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു. നമ്മുടെ പൊസിഷൻ അല്ല, പദവികളല്ല, സ്ഥാനമാനങ്ങളല്ല, നമ്മുടെ സൗന്ദര്യങ്ങളല്ല, സൗന്ദര്യവർദ്ധന വസ്തുക്കളല്ല, ലോകത്തിന് സുഖങ്ങളല്ല,
നിറങ്ങളല്ല, വർണ്ണങ്ങളല്ല, നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ മാനുഷികമായ സമ്പാദ്യ കൂട്ടങ്ങളല്ല, മനോഹരമായ കാറല്ല, പൂന്തോട്ടങ്ങളല്ല, നമ്മുടെ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ ഭവനമല്ല, നമ്മുടെ വീടല്ല, ഒന്നുമല്ല നിന്റെ കൂടെ വരുന്നത്. നിന്റെ ചെയ്തികൾ ഈ ലോകത്തിൽ നീ ജീവിച്ചപ്പോൾ നിന്റെ ഓരോ പ്രവൃത്തിയുമാണ് കൂട്ടിനായി നിന്റെ കൂടെ വരുന്നത്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരുന്നു നിൻ ജീവിത ചെയ്തികളും. കൂടെ പോരുന്നത് ജീവിത പങ്കാളിയല്ല, മക്കളല്ല, സഹോദരനോ സഹോദരിയോ കൂട്ടുകാരോ ഉറ്റവരോ ഉടയവരോ ഒന്നുമല്ല. ഈ ലോകത്തിലെ ഒരു വസ്തുവിന് നിന്റെ കൂടെ പോരാൻ പറ്റില്ല. കൂടെ പോരുന്നു നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ, അലസത കൂടാതെ. കർത്താവിന്റെ സഭ എത്ര മനോഹരമായിട്ടാണ് ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്. കൂടെ പോരും നമ്മുടെ പ്രവൃത്തികളാണ് ആത്മാവരുളി ചെയ്യുന്നു. ഈ സത്യം മനസ്സിലാക്കുക, മനസ്സാന്തര അനുഭവം, സ്നേഹിക്കുക, ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക, താഴ്മയുള്ളവരാകുക, വിശുദ്ധിയോടെ ജീവിക്കുക. ഈ ലോകത്തിൻ്റെ ഭോഗേച്ഛകളും വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളും ജഡീകതകളും ലൗകികതകളും മ്ലേച്ഛതകളും പാപത്തിൻ്റെ സകലവിധ മലിനതകളും വിട്ടുപേക്ഷിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിന് ആനന്ദം അനുഭവിച്ച് പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ ലോക ജീവിതം പൂർത്തിയാക്കി നിന്റെ ശാശ്വതമായ ഭവനത്തിലേക്ക് യാത്രയാകാൻ നീ ഒരുങ്ങണം. നീ മാത്രം ഒരുങ്ങിയാൽ പോരാ, നീ അനേകരെ ഒരുക്കണം.